മലപ്പുറത്ത് വൻ സ്ഫോടക വസ്തുശേഖരം പിടികൂടിയ കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച ദേശീയ അന്വേഷണ ഏജൻസി രംഗത്ത്. അനധികൃതമായി ശേഖരിച്ചും കടത്തിക്കൊണ്ടുവന്ന് സൂക്ഷിച്ച സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്നാണ് കിട്ടിയത്, അവയുടെ ഉറവിടവും വിതരണ ശൃംഖലയും എങ്ങനെ ഉപയോഗിക്കാനിരുന്നു എന്ന ലക്ഷ്യവും കണ്ടെത്താനാണ് NIA-യുടെ അന്വേഷണം. കേസിന് ദേശീയ സുരക്ഷയുമായി ബന്ധമുണ്ട് എന്ന് NIA വ്യക്തമാക്കി. കേസിലെ ചില പ്രതികൾക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ സജീവമാണ്. മുഖ്യപ്രതി ഹാരിസിന് രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്ന സംശയവും ശക്തം. കേസിന്റെ അന്വേഷണം വ്യാപിപ്പിച്ച NIA മെയ് 30-ന് കേരളം, തമിഴ്നാട്, കർണാടക ഈ 3 സംസ്ഥാനങ്ങളിലായി 19 കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം റെയ്ഡ് നടത്തിയത്. പ്രതികളുമായി ബന്ധപ്പെട്ട വീടുകളും സ്ഥാപനങ്ങളും അവയ്ക്ക് പുറമെ സ്ഫോടക വസ്തു വിതരണക്കാരുടെയും നിർമ്മാതാക്കളുടെയും കേന്ദ്രങ്ങളിലും പരിശോധന നടന്നു. ഡിജിറ്റൽ ഉപകരണങ്ങൾ, രേഖകൾ, ജലാറ്റിൻ സ്റ്റിക്കുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളും റെയ്ഡിൽ പിടിച്ചെടുത്തതായി NIA അറിയിച്ചിരുന്നു. ഫെബ്രുവരി 7-നാണ് ചെമ്മാട് തലപ്പാറ റോഡിലെ ഫർഹ ഹോളോബ്രിക്സ് കമ്പനിയുടെ വളപ്പിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിന്ന് വൻ സ്ഫോടക വസ്തു ശേഖരം പോലീസ് പിടികൂടിയത്. ലോറിയിൽ നിന്ന് 89,600 ജലാറ്റിൻ സ്റ്റിക്കുകളും 10,500 നോൺ ഇലക്ട്രിക് ഡിറ്റനേറ്ററുകളും കണ്ടെത്തിയിരുന്നു. ജലാറ്റിൻ സ്റ്റിക്കുകൾ 448 ബോക്സുകളിലും ഡിറ്റനേറ്ററുകൾ 35 ബോക്സുകളിലുമായിരുന്നു സൂക്ഷിച്ചിരുന്നത്. സാധുവായ ലൈസൻസ് ഉണ്ടായിരുന്നില്ല, അനുമതി ഉണ്ടായിരുന്നില്ല. ഈ 2 സംഭവങ്ങളും ഇല്ലാതെയാണ് മുഴുവൻ ശേഖരവും സംഭരിച്ചത് എന്ന് NIA വ്യക്തമാക്കി. സംഭവത്തിൽ ഉപയോഗിച്ച KL10 BF 8395 നമ്പർ ലോറിയും പോലീസ് പിടിച്ചെടുത്തിരുന്നു. കേസിൽ ലോറിയുമായി ബന്ധപ്പെട്ട ആദ്യം കേരള പോലീസ് അന്വേഷണം ആരംഭിച്ചു എങ്കിലും സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് NIA ഏപ്രിലിൽ കേസ് ഏറ്റെടുത്തു. കേരളത്തെ ആകെ കത്തിക്കാൻ തക്ക അളവിലുള്ള സ്ഫോടക വസ്തുക്കളായിരുന്നു ചെമ്മാട് നിന്നും പിടിച്ചെടുത്തത് എന്നാണ് വിവരങ്ങൾ. എന്നാൽ മിക്ക മാധ്യമങ്ങളും ഇത് വാർത്തയാക്കില്ല. മലപ്പുറത്ത് നടക്കുന്ന വിവിധ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നുണ്ട് എന്ന ആരോപണം പൊതുസമൂഹത്തിൽ ഉണ്ട്. ഇത് ശക്തമാവുകയാണ് ഇതോടെ. ഇരു മുന്നണികളിലെയും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഇത്തരം പ്രവർത്തനങ്ങളോട് മൃദു സമീപനമാണ് എന്ന വിമർശനവും ഉയരുന്നു. UDF സർക്കാർ അധികാരത്തിൽ എത്തിയതിന് പിന്നാലെ മലപ്പുറത്ത് തീവ്രവാദ ലഹരി ശൃംഖലകൾ കൂടുതൽ സ്വാധീനം നേടുന്നു എന്ന ആരോപണവും ശക്തമാണ്. എന്തായാലും ഇപ്പോ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ, അതായത് NIA അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ, എന്തായാലും ഇതിന്റെ പിന്നിൽ ഉന്നതന്മാർ, രാഷ്ട്രീയ ബന്ധമുള്ള ഉന്നതന്മാർ കേരളത്തിൽ ഇത്തരത്തിലൊരു വർഗീയ കലാപം ഉണ്ടാകാൻ, അല്ലെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിലൊരു സ്ഫോടന പരമ്പര അരങ്ങേറുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് കൃത്യമായ നടപടി NIA-യുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.